Hey, hello friends. അങ്ങനെ ഓല ഫൈനലി അവിടെ റോഡ്സ്റ്റർ സീരീസ് ഓഫ് ഇലക്ട്രിക് ബൈക്സ് ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നോക്കുകയാണെങ്കിൽ വരുന്നത് രണ്ട് വെഹിക്കിൾസ് ആയിട്ടാണ്. അതായത് റോഡ്സ്റ്റർ എക്സും റോഡ്സ്റ്റർ എക്സ് പ്ലസ്, അങ്ങനെ രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അതിൽ റോഡ്സ്റ്റർ എക്സിന് അണ്ടർ നോക്കുകയാണെങ്കിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് 3 വേരിയൻസ് ഉണ്ട്. അത് 2.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വേരിയൻ്റ് ഉണ്ട്, 3.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റും അതുപോലെ 4.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വേരിയൻ്റ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ റോഡ്സ്റ്റർ എക്സ് പ്ലസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി വന്ന് രണ്ട് വേരിയൻ്റ് ഓപ്ഷൻസിലാണ്. ഒന്നിട്ട് 4.5 കിലോവാട്ട് ബാറ്ററി പാക്കും, ഒന്നൊന്ന് 9.1 കിലോവാട്ട് ബാറ്ററി പാക്കും. അങ്ങനെ രണ്ട് വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി. അതായത് നമ്മൾ നോക്കാൻ ടോട്ടൽ 5 വേരിയൻസ് ഉണ്ട്. ഈ 5 വേരിയൻ്റ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് ഓരോ വേരിയൻറ്റിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒരു ഐ ബട്ടൺ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കാണാത്ത ആൾക്കാരുടെ ജസ്റ്റ് കണ്ടാൽ മതിയേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, അതിന് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഓല ഇലക്ട്രിക് ഇത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു ബ്രാൻഡ് വേറെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ഇപ്പോൾ അറിയില്ല. അത്രയ്ക്ക് ഫാൻ ഫോളോവേഴ്സ് ഉള്ളൊരു ബ്രാൻഡാണ്. അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ സെഗ്മെൻറ്റിലും വണ്ടിയുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആയിക്കോട്ടെ, ഇലക്ട്രിക് ബൈക്സ് ആയിക്കോട്ടെ, എല്ലാ സെഗ്മെൻറ്റിലും അവർക്ക് വണ്ടിയുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് ജനറേഷൻ 3 വെഹിക്കിൾസ് അവർ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് സ്കൂട്ടർ സെഗ്മെൻറ്റിൽ 3rd ജനറേഷൻ വെഹിക്കിൾസ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ സെയിൽസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ജസ്റ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. ജനറേഷൻ 3നെ കുറിച്ച് എല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കണ്ടാൽ മതി, ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നല്ല. നിങ്ങൾ തമ്മിൽ കണ്ടവർ തന്നെ ഈ 5 ബൈക്ക് വേരിയൻസ് അത് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണെന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാകും, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ വേരിയൻറ്റ് വന്നിട്ട് റോഡ്സ്റ്റർ എക്സും റോഡ്സ്റ്റർ എക്സ് പ്ലസും ആണ്. എക്സിൽ വന്നിട്ട് 3 ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ഉണ്ട്. എക്സ് പ്ലസിൽ വന്നിട്ട് 2 ബാറ്ററി പാക്ക് വേരിയൻസ് ഉണ്ട്. അത് നമ്മൾ ഏറ്റവും ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ റോഡ്സ്റ്റർ എക്സ് ആണ്. അതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ 2.5 കിലോവാട്ട് ബാറ്ററി പാക്കാണ്. അതിൻ്റെ IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 140 കിലോമീറ്ററാണ്. നമുക്ക് 140 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം റിയൽ വേൾഡ് നമുക്ക് ഏകദേശം കിട്ടുക 90 to 100 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളരെ കുറച്ച് റേഞ്ച് തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇലക്ട്രിക് ബൈക്കിൻ്റെ കേസിൽ 100 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നിസ്സാര റേഞ്ചാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേസിലാണെങ്കിൽ ഓക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ 90 to 100 നമുക്ക് റിയൽ വേൾഡ് കിട്ടുകയാണെങ്കിൽ ഒരു ഡെയിലി നമ്മൾ ചാർജിൻ്റെ അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് 2.5 കിലോവാട്ട് വരുന്നില്ല. നമ്മൾ ബാക്കിൻ്റെ സ്പെക്കൊക്കെ നോക്കുകയാണെങ്കിൽ 7 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു PMSM ചെയിൻ ഡ്രൈവൻ സിസ്റ്റം മോട്ടറാണ് വണ്ടിക്ക് അത് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് IDC റേഞ്ച് 140 എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വളരെ കുറച്ച് ഓട്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വണ്ടി നല്ലതായിരിക്കാം. പക്ഷേ ഒരു ബൈക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഈ 2.5 കിലോവാട്ട് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഒരു റേഞ്ച് നമുക്ക് പോരാതെ വരും. വണ്ടി ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്പീഡും കുറവാണ്. 105 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് വരുന്നുള്ളൂ. അപ്പം ബൈക്കിൻ്റെ കേസിൽ അത് കുറച്ച് കുറവാണ്. സ്കൂട്ടറിൻ്റെ കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റേഞ്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 2.5 കിലോവാട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.5 കിലോവാട്ടിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറൂം വിലയായിട്ട് 74,999 രൂപയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 3.5 കിലോവാട്ട് ബാറ്ററി പാക്ക് കിട്ടും. അതിൽ നിന്ന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 84,999 രൂപയാണ്. പക്ഷേ ഈ വണ്ടിക്ക് അത് വ്യത്യാസമുള്ളത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. കുറച്ചും കൂടി റേഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 196 കിലോമീറ്ററാണ്. അപ്പോൾ 196 കിലോമീറ്റർ IDC ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കൊരു 120 to 140 കിലോമീറ്റർ അടുത്ത് നമുക്ക് അതിൽ റേഞ്ച് കിട്ടുള്ളൂ. എന്നാലും ഒരു ഡെയിലി യൂസിന് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് പറയാം. അത്ര മോശം വരാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും കുറച്ചും കൂടി നമുക്ക് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 99,999 രൂപ, അതായത് 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 4.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ 4.5 കിലോവാട്ട് ബാറ്ററി പാക്ക് ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 252 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓടിച്ചാൽ നമുക്ക് റിയൽ വേൾഡ് ഒരു 160 മുതൽ 170 കിലോമീറ്റർ കിട്ടേണ്ടതാണ്. ഞാനത് ഇലക്ട്രിക് ബൈക്കിൻ്റെ കേസാണ് ഇങ്ങനെ പറയുന്നത്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേസിൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് തന്നെയാണ്. 140 196 എന്നൊക്കെ നല്ല റേഞ്ച് തന്നെയാണ്. പക്ഷേ ബൈക്ക് നമ്മൾ ആക്ച്വലി ആകെ പ്രിഫർ ചെയ്യുക ലോങ് ഡ്രൈവിനൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും 252ൻ്റെ 4.5 കിലോവാട്ട് ബാറ്ററി പാക്കിലേക്ക് പോകുന്നതൊക്കെ നല്ലത്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോർ സ്പെക്കും എല്ലാം സെയിം തന്നെയാണ്. 7 കിലോവാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് PMSM ചെയിൻ ഡ്രൈവൻ മോട്ടറാണ് വരുന്നത്. പക്ഷേ അതിൽ ചേഞ്ച് വന്നിട്ടുള്ളതിൻ്റെ ടോപ്പ് സ്പീഡിൻ്റെ കേസിലാണ്. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ 2.5 കിലോവാട്ട് ആണെങ്കിൽ നമുക്ക് 105 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ടോപ്പ് സ്പീഡ് കിട്ടുക. നേരെ മറിച്ച് 4.5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 118 കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുള്ളത് ചാർജറിൻ്റെ കേസാണെങ്കിൽ 750 വാട്ട്സിന് ചാർജർ വരുന്നുണ്ട്. നമുക്ക് 0 to 80% അച്ചീവ് ചെയ്യാൻ വേണ്ടി 5.9 അവേഴ്സ് മതി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ 4.5 കിലോവാട്ടിൻ്റെ റോഡ്സ്റ്റർ എക്സ് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4.5 കിലോവാട്ടിൻ്റെ റോഡ്സ്റ്റർ എക്സ് പ്ലസ് ഉണ്ട്. അതിൽ വേറെ മെയിൻലി ചേഞ്ച് ചെയ്തിട്ടുള്ളത് സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് മോട്ടറിൻ്റെ സ്പെക്കിലും വ്യത്യാസമുണ്ട്. നമുക്ക് 11 കിലോവാട്ടിൻ്റെ പീക്ക് പവറാണ് എക്സ് പ്ലസിൽ വരുന്നത്. നേരെ മറിച്ച് എക്സിലാണെങ്കിൽ നമുക്ക് 7 കിലോവാട്ടിൻ്റെ പീക്ക് പവറേ ഉള്ളൂ. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ.
പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് 11 കിലോ വാട്ടിൻ്റെ പീക്ക് പവറിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല. 7 കിലോ വാട്ട് കൊണ്ട് നമുക്ക് കാര്യം സാധിക്കുന്നുണ്ട്. അപ്പോൾ 4.5 കിലോ വാട്ടിൻ്റെ റോഡ്സ്റ്റർ എക്സ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. റോഡ്സ്റ്റർ എക്സ് പ്ലസ് 4.5 കിലോ വാട്ടിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ മാത്രമേ IDC റേഞ്ച് വന്നിട്ട് സെയിം തന്നെയാണ്. 252 കിലോമീറ്റർ ആണ്. നിങ്ങൾ റോഡ്സ്റ്റർ എക്സിൻ്റെ 4.5 കിലോ വാട്ടോ അവർ റോഡ്സ്റ്റർ എക്സ് പ്ലസിൻ്റെ 4.5 കിലോ വാട്ട് എടുത്താലും സെയിം IDC റേഞ്ച് തന്നെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എക്സ് 4.5 കിലോ വാട്ടിൻ്റെ റോഡ്സ്റ്റർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. നമ്മൾ വാറണ്ടി നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റും സെയിം തന്നെയാണ്. 3 ഇയേഴ്സും 50,000 കിലോമീറ്റേഴ്സാണ് വാറണ്ടി വരുന്നത്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ചോദിച്ച ചോദ്യമാണ് ഡെലിവറി ജോബിന് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും 4.5 കിലോ വാട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റോഡ്സ്റ്റർ എക്സ് പ്ലസിൻ്റെ 9.1 കിലോ വാട്ട് ബാറ്ററി പാക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. പക്ഷേ അതിൽ വേറെ കാര്യമുള്ളത് ഉടനെ ഒന്നും ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വാർട്ടർ, അതായത് ഈ വർഷത്തെ നെക്സ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, വണ്ടിക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് 4680 ഭാരത്സ് അല്ല വന്നിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടി ഒരു എനർജി ഡെൻസിറ്റി ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി പാക്കാണ് അത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അടുത്തൊരു ക്വാർട്ടറിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെലിവറി ജോബിനൊക്കെ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 9.1 കിലോ വാട്ട് ബാറ്ററി പാക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് റേഞ്ച് വന്നാൽ 501 കിലോമീറ്റർ റേഞ്ച് അത്രയും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ആ റേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ഡെലിവറി ജോബ് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി റോഡ്സ്റ്റർ എക്സ് പ്ലസ് ആയിരിക്കും. പക്ഷേ സാധാരണ ഒരു ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 4.5 കിലോ വാട്ടിന് റോഡ്സ്റ്റർ എക്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി 5 വേരിയൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതാക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. ഇപ്പോൾ ധാരാളം വീഡിയോ അപ്ഡേറ്റ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നെല്ലാം നല്ല നല്ല പുതിയ പുതിയ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി നമ്മുടെ ചാനൽ ഓൾമോസ്റ്റ് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഡെയിലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.